അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ഡെലിവറി. എനിക്ക് എന്താ പറയുന്നത്, അത്ര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഇഷ്ടമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യം. പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് 1 വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞ് എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ സർക്കിളിലുള്ള ഒരാളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ ആ വന്ന സെക്കൻഡ് ഞാൻ തീരുമാനിച്ചു എനിക്കൊരു കുഞ്ഞ് വേണം. അതിൻ്റെ പോസിറ്റീവ് കാണിച്ച ഫസ്റ്റ് കാർഡാണിത്. ഇത് കണ്ടില്ലേ, PP യൂണിറ്റി പോയി എടുത്ത നിഷ മൊയ്റ്റി, 21 വയസ്സ്. ഇത് കണ്ടോ, ഇത് 9 വീക്സ് 10 വീക്സ്. ഈ കാണിക്കുന്നത് ഫുള്ള് വീക്സ് ആണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എഴുതി വെച്ചേക്കുക. ഇതെന്താ അറിയുന്നത്, ഇത് കണ്ടോ, 3 months 4 months 5 months പോയി തുണി കഴുകുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതുപോലെ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ചെയ്യുക, നടക്കുക, രാവിലെ വെയിൽ കൊള്ളുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 8ാം മാസം ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞ് അസ്വസ്ഥതകളോ ക്ഷീണമോ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതെന്താണെന്ന് ചോദിച്ചാൽ, എക്സസൈസ് കൂടിപ്പോയാലും പ്രശ്നമില്ല. അപ്പം നമുക്ക് തുണി വിരിക്കാനും എടുക്കാനൊക്കെ സ്റ്റെപ്പ് കയറി ഇറങ്ങാനും തന്നെയല്ലേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് തന്നെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഇതൊക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഒരു നൈറ്റ്, അതായത് ജാനുവരി ആണെന്ന് തോന്നുന്നു, ജാനുവരി മാസം ഒരു ലാസ്റ്റ് 24 ആയ സമയത്ത്, 24 എനിക്ക് കറക്റ്റ് ഒരു മന്ത് വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ എന്നാ ചെയ്യുന്നറിയാം, എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന പോലെ, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഫുഡൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് എന്ത് ഫുഡാണോ കഴിക്കേണ്ടത് അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഭയങ്കര, എൻ്റെ പ്രഗ്നൻസി ടൈം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് ആയിക്കോട്ടെ, എൻ്റെ എൻ്റെ മൈൻഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇതാക്കും. കാരണം നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ആ കുഞ്ഞിന് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അങ്ങനെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കുറേ കാലമൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ നല്ലൊരു രീതിക്ക് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈം കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ, അപ്പം ശനിയാഴ്ച വൈകിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം. എനിക്കൊരു കുഞ്ഞായിട്ടുള്ളൂ കേട്ടോ. ഈ പെരയ്ക്കകത്ത് തന്നെ ഇരുന്ന്, സത്യം പറയാമല്ലോ, ഈ പെരയ്ക്കകത്ത് തന്നെ ഇരുന്നിട്ട്, ഈ ഒരു റൂമിൻ്റെ തന്നെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ബോറടിയും മടുക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പുറത്ത് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വയറുവേദനയും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം കുഞ്ഞിന് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ക്ഷീണമാണോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. അപ്പം യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി അല്ലേ, അപ്പം അവർ നേരെ ലേബർ റൂമിൻ്റെ ആ ഒരു വാർഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇവർ ഡോക്ടറിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ വയറ് മുറുകുന്നത് പോലെ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി, ഇങ്ങനെ അമ്മയ്ക്കൊക്കെ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എനിക്ക് ആകെ ടെൻഷനായി. കാരണം കുഞ്ഞൊരു യൂറിൻ ഇൻഫെക്ഷനായിട്ട് ഞാൻ വന്നതാണ്, എന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇപ്പം പ്രസവിപ്പിക്കുന്നുള്ള രീതിക്ക് കിടത്തിയേക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിഷമോൾക്ക് ഇത് ഫ്ലൂയിഡ് ലീക്കായെന്ന് തോന്നുന്നു, വെള്ളം പോയെന്ന് തോന്നുന്നു, നമുക്ക് ഒന്നെങ്കിൽ ഓപ്പറേഷൻ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഇത്ര 8ാം മാസം ആയതല്ലേ ഉള്ളൂ. അപ്പോൾ 1 മാസം കൂടെ നമുക്കിങ്ങനെ കിടക്കാം. അപ്പോൾ അവർ റിസ്ക് എടുക്കാണ്ട് എന്നെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിട്ടു. ശരിക്കും ഒരു കുഞ്ഞു വയറുവേദനയായിട്ട് ഞാൻ പോയതാണ്. കുഞ്ഞു വയറുവേദന എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ക്ഷീണം പോലെ, ഇല്ല ക്ഷീണമെന്ന് ഒരു ചെറിയൊരു വേദന പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പോയതാണ്. പക്ഷെ അത് നോർമലാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. നേരെ പറഞ്ഞു കേട്ടോ. അയ്യോ, ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് എന്നോട് അവിടെ ചെന്നിട്ട് ആംബുലൻസിൽ പോകുന്ന സമയത്തൊക്കെ എന്താ മോളെ ബുദ്ധിമുട്ടുണ്ടോ, ക്ഷീണമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ഞാനിവിടെ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ, നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള സമയമായിരുന്നു.
അപ്പോൾ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മുട്ട സൂചി വരെ ഞാനിങ്ങനെ ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുക്കി വെച്ച് അങ്ങനെ ബാഗ് മറ്റേ ബേസൺ ബക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം 7-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എടുത്തോണ്ട് വരാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടായിയും കൂടെ ബാഗും പെട്ടിയും കിടക്കും എല്ലാം കൂടെ എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ കൊണ്ടുപോയ ഉടനെ എനിക്കൊരു വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ തന്ന് അത് ഇട്ടിട്ട് ഞാൻ ഇരിക്കുക. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം ഇതെന്തുവാ നടക്കുന്നതെന്ന്, ഈ വെള്ളം പോകുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം അറിയാം, എന്നാലും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നത്. അപ്പം പോയി ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും വിറച്ചു പോയി. ഞാൻ അതുപോലെ പണി ചെയ്ത് നല്ല എക്സസൈസൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഞാൻ ശരിക്കും വിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറച്ചു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് എൻ്റെ ഡെലിവറി പെയിൻ പോലും അത്രയില്ല. അയ്യോ, അവിടെ കയറി ചെന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഞാൻ എല്ലാവരോടും പറയും ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും എങ്കിലും കാണുമായിരിക്കും, ഒരു കമ്പി പോലത്തെ ഒരു സാധനം ഇട്ട് നമ്മൾ ഇത് പോയോന്ന് നോക്കി. എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എനിക്ക് പറ്റൂല അത് ഓർക്കാൻ. അത്രയ്ക്കും പെയിനും അത്രയ്ക്കും ബുദ്ധിമുട്ടും ഉള്ളൊരു സംഭവമായി അങ്ങനെ നോക്കിയാൽ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇല്ല, കുഴപ്പമൊന്നും ഇല്ല, പോയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ അന്ന് ഡിസ്ചാർജ് ഇല്ല. അപ്പോൾ അന്നും അവിടെ തന്നെ നിന്നിട്ട് തിങ്കളാഴ്ച വൈകിട്ടത്തേക്കാണ് നമുക്ക് മെഡിക്കൽ കോളേജിലല്ലേ, അപ്പോൾ ഇതുപോലെ പ്രോസസ്സ് കഴിഞ്ഞ് വരണം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പോകുന്നു. അപ്പം ഈ ഞായറാഴ്ച വൈകിട്ട് എനിക്ക് വയറിന് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വയറിന് മുറുകുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ നീ ഇങ്ങനെ ഒച്ചയിടരുത്, അവർ കൊണ്ടുപോയി അവിടെ കിടത്തും നോക്കും, ഇപ്പം അത് ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഇവൻ ആദ്യമാണെങ്കിൽ അനങ്ങാതിരുന്നു കുറച്ച് നേരം, കുറേ നേരത്തേക്ക് അനക്കമില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനാണ്. നമുക്ക് ഈ കുഞ്ഞ് അനങ്ങാതിരിക്കുമ്പോൾ ടെൻഷനല്ലേ. അത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കുഴപ്പമൊന്നുമില്ല, നോർമലാണ്, അതങ്ങനെ ഉറങ്ങുന്ന സമയമായിരിക്കും, എത്ര നേരമൊക്കെ ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അനങ്ങാതെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ കുറേ മധുരം കഴിക്കുക, ഇല്ലെങ്കിൽ നല്ല ചൂട് പാല് കുടിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ അനങ്ങും. ചൂടുവെള്ളമൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ അനങ്ങും. അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ മധുരമൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ അനക്കം ഇല്ല എന്നൊക്കെ പറയുന്നവർ മധുരം കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു, സാധനങ്ങളെല്ലാം കൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളും കൂടെ എന്നോട് പറഞ്ഞ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഒത്തിരി എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം നമ്മളിങ്ങനെ ഉള്ളൊക്കെ പരിശോധിച്ച് ഇങ്ങനെയൊക്കെ പോയതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ കുറച്ചു. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, രണ്ടാഴ്ചയല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചെക്കപ്പ് ഡേറ്റ് പിറ്റേ മാസം, അതായത് 8 ലാസ്റ്റ്, എൻ്റെ അറിവിൽ 8 ലാസ്റ്റും ഡോക്ടേഴ്സ് പറയുന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ 8 തുടക്കമായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു ചാർട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 8 ലാസ്റ്റോടെ ആയി. അപ്പോൾ പിറ്റേ മാസം നമ്മൾ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റിൽ ഞാൻ ചെക്കപ്പിന് പോയി കഴിഞ്ഞിട്ടാണ് അവിടെയാണ് വലിയ ടെസ്റ്റ് നടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരെ, ഇത്രയും കാലം ഞാൻ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരുന്നത് വീട്ടിൽ പോയി കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ മോശമായിരുന്നു. കാരണം പോയി കണ്ടു, എനിക്കിങ്ങനെ ഇത്ര ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് എഴുതി അങ്ങ് തന്നു വിട്ടു. അതിന് എനിക്കൊരു കാര്യം ചോദിക്കാനോ പറയാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ വീട്ടിൽ പോയാണ് കണ്ടുകൊണ്ടിരുന്നത് ഡോക്ടേഴ്സിനെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും വീട്ടിൽ പോയി കാണാൻ തുടങ്ങി. വീട്ടിൽ പോയി കണ്ടു, ഡോക്ടറിനെ കണ്ടു. അങ്ങനെ ഇരുന്ന സമയത്ത് ലാസ്റ്റ് കൊറോണയുടെയൊക്കെ സമയമായി, ഡെലിവറി ടൈമൊക്കെ കൊറോണേൻ്റെയൊക്കെ ഒരു സമയമായതുകൊണ്ട് എന്ത് പറ്റി, ഡോക്ടേഴ്സ് വീട്ടിൽ കാണുന്നത് നിർത്തി.
ഇപ്പോൾ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ചെക്കപ്പ് എനിക്ക് ഹോസ്പിറ്റലിലായി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിൽ പോയി കാണുമ്പോൾ നമുക്ക് എന്താ ഒരു ഹോസ്പിറ്റലിൽ അത്ര തിരക്കില്ല. അപ്പം ഒത്തിരി ആൾക്കാർ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പം ഞാൻ അടുത്ത് നിന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ചെറുതായിട്ടൊന്ന് തല ഇറങ്ങി വീഴുന്ന പോലെയൊക്കെ നിന്നാലോ, അപ്പം നമ്മളെ കയറ്റി വിടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചില്ല് വൈബടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണ്. അപ്പോൾ എൻ്റെ സമയമായി. ഞാനിങ്ങനെ അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര കാലമായി, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കി. ഇങ്ങനെ വയറ് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു ടെൻഷൻ പോലെ, ഡോക്ടേഴ്സിനെ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ പോലെ. അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ PV ചെയ്യുമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു PV ചെയ്യണം, പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി കിടന്നു. അപ്പോൾ അവിടെ വേറെ 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ടെൻഷനൊക്കെ ആയിട്ടിരിക്കുക. കാരണം 2-3 പേരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്നും ഇങ്ങനെ അറിയത്തില്ലാത്തവരൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ഇതായി PV ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ നോക്കിയ ഡോക്ടർ മറ്റുള്ള ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് ഇന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഭയങ്കര ടെൻഷൻ പോലെ ഡോക്ടറിനെ, ഭയങ്കരമായിട്ട് അവർ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ എന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആദിയുടെ തല സെർവക്സിന് പുറത്തോട്ട് ഇങ്ങനെ ആയിരിക്കുമായിരുന്നു, ഗർഭപാത്രത്തിന് പുറത്തോട്ട് ആദിയുടെ തല വന്നിരിക്കുമായിരുന്നു. അവൻ ഇപ്പം ജനിക്കും എന്നുള്ളൊരു പൊസിഷനിൽ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത്, എനിക്ക് ഡെലിവറി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം സ്വീറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് ഒരു കഷ്ടപ്പാടും തരാതെ ഈ ലോകത്തോട്ട് വന്ന കുഞ്ഞാണ് എൻ്റെ. അപ്പം ഒരു കഷ്ടപ്പാടെന്ന് അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യം എനിക്ക് കിട്ടിയതാണ്. അയ്യോ. അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, നിഷമോളെ ഇത് എന്താ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്, നീ അറിയാൻ മേലഞ്ഞിട്ടാണോ അതോ വേദന സഹിച്ചു പിടിച്ച് നിൽക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞ് ഇറങ്ങി വന്നിരിക്കുക. ശരിക്കും എന്നോട് അവർ കറക്റ്റ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് മുക്കി ബാത്റൂമിൽ പോയാൽ കുഞ്ഞ് താഴോട്ട് വന്നേനേന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടിട്ട് എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിടുക, ഇങ്ങനെയാണ് ഇവർ പറയുന്നത്, ഇന്ന് ജനിക്കുമെന്നാണ് പറയുന്നത്, കൊച്ച് താഴെ വന്നിരിക്കുക എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. ചേട്ടായിക്കാണ് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തോട്ട് കാണിക്കത്തില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. കാരണം പിന്നെ ഞാൻ ഒന്ന് നോർമൽ ആവാൻ ശ്രമിച്ചു. കാരണം BP ഒക്കെ കൂടി പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഭയങ്കരമായിട്ട് കൂളാവാൻ തുടങ്ങി. കൂളായിട്ട് അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അമ്മ കിടന്നു വെപ്രാളപ്പെടാൻ തുടങ്ങി. പിന്നെ അമ്മയും പപ്പയും അവിടെ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ കുറേ വിഷയങ്ങൾ അവരുടേതായ കാര്യങ്ങളിങ്ങനെ നടക്കുക. അപ്പോൾ എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ, എന്നെ പിന്നെ ആംബുലൻസെ വിളിച്ച് മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിട്ടു. കാരണം കുഞ്ഞ് മാസം തികഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ 8ാം മാസമാണ്. അപ്പോൾ എന്നെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെല്ലുന്നതിന് മുന്നേ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് എഴുതിയൊക്കെ മേടിച്ചു. അതുപോലെ എന്നോട് പറഞ്ഞു, നിഷമ സ്റ്റെപ്പ് ഇറങ്ങാനോ കയറാനോ നിൽക്കരുത്, അങ്ങനെ പോകരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അന്നത്തെ ദിവസമാണ് ആദ്യം ജനിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസീൻ്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് അന്നത്തെ ഒരു ദിവസം ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എന്താ പറയുന്നത്, അടിപൊളി ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ. എന്നെ സംബന്ധിച്ച് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെ എന്താ, അന്ന് നമ്മൾ ആംബുലൻസ് താഴെയിട്ട് വീൽ ചെയറെ കൊണ്ടുപോയിട്ട് ആംബുലൻസ് കയറ്റി ഓരോ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ, ഇവിടുന്ന് പാലായിൽ നിന്ന് മെഡിക്കൽ കോളേജ്, അങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, നിഷമോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ക്ഷീണമുണ്ടോ, പ്രശ്നമുണ്ടോ. കാരണം ബേബി ഇങ്ങനെ ഇറങ്ങിയിരിക്കില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആംബുലൻസിൽ വെച്ച് ഡെലിവറി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും വലിയൊരു ദുരന്തമായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു വേദനയില്ല, ഒരു ക്ഷീണവും ഇല്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അന്നാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയുടെ ഒരു
ഇതെന്താണ് എൻ്റെ പ്രഗ്നൻസീൻ്റെ ഫുള്ള്. കാരണം അന്നത്തെ ദിവസം അവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെലിവറി സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുന്നത്, ഓരോ അനങ്ങുന്നത്, ഇല്ലെങ്കിൽ മറ്റേ കുഞ്ഞിൻ്റെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തല, മൂക്ക്, മുഖമൊക്കെ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല ഓർമ്മകളുണ്ട്. അതുപോലെ ഞാനിപ്പോൾ എല്ലാം തന്നെ പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയില്ല. ഇത്രയും ലെങ്ത് ആവാൻ കാരണം എനിക്ക് അത്രത്തോളം പറയാനുണ്ട്. എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഇതാണ്. എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. പ്രഗ്നൻസി ടൈം സ്റ്റോറി എന്നല്ല, പ്രഗ്നൻസി ടൈം അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് അവനവൻ്റെ പ്രഗ്നൻസി ടൈം സ്പെഷ്യലായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്താണല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലും അടിപൊളി വിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടുള്ള എൻ്റെ ഡെലിവറി. അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അത്രത്തോളം ഫണ്ണി ആയിട്ടുള്ളത് എനിക്ക് അടിപൊളിയായിരുന്നു എന്താണേലും. അപ്പോൾ അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരുന്നു എൻ്റേത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി അടിപൊളിയായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെൻ്റ്. കാരണം നമ്മുടെ വയറ്റിൽ കുഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കി തലോലിച്ച് ഓമനിച്ച് നോക്കുന്നത് പോലെ ആയിരിക്കില്ല ആഫ്റ്റർ ഡെലിവറി. ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം വലിയ ഭീകരത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയി റിക്കവറായി വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയും എൻ്റെ ഡിപ്രഷൻ സ്റ്റോറിയും ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ പറയാം കേട്ടോ. ഇത്രയാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താണേലും എൻ്റെ ഒപ്പം എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്നേഹമായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയിലൊരു ഇതാകുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ, സീ യു.